ഉണ്ണിമായ. രചന അവതരണം മിത്രവിന്ദ. ഡി കരിവണ്ടേ. കാവിന് മുന്നിലൂടെയുള്ള പാടവരമ്പിൽ കൂടി വീട്ടിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നുമുള്ള ഉച്ചത്തിലുള്ള വിളി ഉണ്ണിമായ കേട്ടിരുന്നു. എങ്കിലും അവൾ പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കിയില്ല. അച്ചോടാ, ഒരു ചുന്ദരം വന്നേക്കുന്നു. കാലുകൾ വലിച്ചു വെച്ച് ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ നടന്നു പെണ്ണ്. പിന്നിലേക്ക് നോക്കാതെ തന്നെ അവൾക്കറിയായിരുന്നു ആ വിളിയുടെ അവകാശി ആരായിരിക്കുമെന്ന്. കാർത്തിയേട്ടൻ. മുല്ലശ്ശേരി കാർത്തിക് കൃഷ്ണ, തൻ്റെ അപ്പച്ചിയുടെ മോന്. മുല്ലശ്ശേരിയിലെ കൃഷ്ണകുമാറിൻ്റെയും സുമിത്രയുടെയും ആകെയുള്ള സന്താനം. ആൾ എഞ്ചിനീയറാണ്. വെളി രാജ്യത്ത് എവിടെയോ പോയി പഠിപ്പൊക്കെ കഴിച്ച് നാട്ടിൽ വന്നിട്ട് ഇപ്പം ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. കേരളത്തിൽ എവിടെയോ ഏതോ ഒരു കമ്പനിയിൽ വലിയ ശമ്പളത്തിൽ കാർത്തിയേട്ടന് ജോലിയായിന്ന് ഇന്ന് രാവിലെ അമ്മയാണ് വലിയ കാര്യത്തിൽ പറയുന്നത്. താനും അത് കേട്ടിരുന്നു. താനത് വലുതായിട്ടങ്ങ് ശ്രദ്ധിക്കാൻ പോയില്ല. എൻ്റെ അമ്മയ്ക്ക് കാർത്തിയേട്ടനെ വലിയ കാര്യമാണ്. അമ്മയ്ക്ക് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും, എന്തിന് ഈ നാട്ടിലുള്ള എല്ലാ നാട്ടുകാർക്കും വരെ ആളെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മുല്ലശ്ശേരിയിലെ കാർത്തിക് കൃഷ്ണയെ അറിയാത്തവരായി ഞങ്ങളുടെ മാണിക്യോത്ത് ഗ്രാമത്തിൽ ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് പ്രസിദ്ധനാണ് അങ്ങേര്. ആൾക്ക് സായിപ്പിൻ്റെ കളറാണ്. ഹിന്ദി സിനിമയിലൊക്കെ ഹീറോയെ പോലെ നല്ല വെളുത്ത് ചുവന്ന് തുണ്ടിപ്പഴം പോലെ ഇരിക്കും. അത് മാത്രമല്ല, കാണാനും സുന്ദരനാണ് ആള്. 6 അടി പൊക്കത്തിൽ ജിം ബോഡിയൊക്കെയുള്ള ആണൊരുത്തൻ. കാർത്തിയേട്ടൻ്റെ കട്ട താടിക്കും മീശയ്ക്കും വരെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരാധകരുണ്ട്. കുറ്റം പറയരുതല്ലോ. ആളിൻ്റെ തലയെടുപ്പിൻ്റെയും നടപ്പിൻ്റെയും ഒക്കെ മുന്നിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പോലും മാറി നിൽക്കും. അത്രയ്ക്ക് ചന്താണ് കാർത്തിയേട്ടനെ കാണാൻ. നാട്ടിൽ തന്നെ അങ്ങരുടെ പിന്നാലെ നടക്കാൻ പെൺകുട്ടികളുടെ വലിയൊരു ഗാങ് തന്നെയുണ്ട്, വായി നോക്കികൾ. അതുകൊണ്ട് തന്നെ ഇത്തിരി നിറം കുറഞ്ഞ എന്നെ കാണുമ്പോൾ അയാൾക്ക് കളിയാക്കൽ ഇത്തിരി മുട്ട് കൂടുതലാ. സുന്ദരനായോണ്ടുള്ള അഹങ്കാരമാണ് അങ്ങേർക്ക്. പക്ഷേ ഈ ഉണ്ണിമായി അംഗീകരിച്ച് കൊടുക്കില്ലത്. എനിക്ക് എന്തിൻ്റെ കുറവാ? ഇച്ചിരി കളർ കുറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എന്താ വേറെ കുറവ്? എൻ്റെ ചിരി കാണാൻ കൊള്ളില്ലേ? മുഖം കാണാൻ കൊള്ളില്ലേ? എൻ്റെ കണ്ണുകൾ ചെന്താമര വിരിഞ്ഞ് നിൽക്കും പോലെയാണെന്ന് എൻ്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ആർക്കും എൻ്റെ അത്രയും നീളമുള്ള മുടിയില്ല. ഇതൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചാൽ എൻ്റെ ബോഡി ഷോപ്പ് സൂപ്പറാണെന്ന് എത്ര കൂട്ടുകാരികളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതും രഹസ്യമായിട്ട്. അപ്പോഴാ അങ്ങേരുടെ ഒരു ഒലക്കമേലെ കളിയാക്കല്. ഇത്രയും നാളും ആള് പഠിക്കാൻ പോയത് കൊണ്ട് സ്വൈര്യം ഉണ്ടായിരുന്നു. ഇനി ആള് ജോലിക്ക് പോകുന്നിടം വരെ അതെനിക്കുണ്ടാവും തോന്നുന്നില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ തൊടിയിലാണ് കാർത്തിയേട്ടൻ്റെ വീട്. അതുകൊണ്ട് തമ്മിൽ കാണൽ ഒഴിവാക്കാനും ഒരു മാർഗവുമില്ല. കഥ കടിച്ച മുറിയിൽ തന്നെ ഇരുന്നാലും അപ്പച്ചി വന്നെന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. അപ്പച്ചയ്ക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ ഒരുക്കി നടത്താനും എന്നെയും കൊണ്ട് പുറത്തു പോകാനുമൊക്കെ അപ്പച്ചി എപ്പോഴും മുന്നിൽ നിൽക്കും. മാമനും എന്നോട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ വീട്ടിലെ കാർത്തിയേട്ടൻ മാത്രം എന്തുകൊണ്ടോ തലതിരിഞ്ഞു പോയി. കുഞ്ഞിലേക്ക് കാർത്തിയേട്ടൻ എന്തൊരു പാവായിരുന്നു. ഉണ്ണിമോളെന്ന് എന്നെ തികച്ചു വിളിക്കില്ലായിരുന്നു. എന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. മുട്ടായി വാങ്ങി തരുമായിരുന്നു. എന്നെ എപ്പോഴും കരയിക്കാതെ നോക്കുമായിരുന്നു. ആരെങ്കിലും എന്നോട് വഴക്കിന് വന്നാൽ അവർക്കിട്ട് ആദ്യം അടി കൊടുത്തിട്ടേ സംസാരിക്കാൻ പോലും ഏട്ടൻ പോവുള്ളൂ. പിന്നെ അതിനൊക്കെ എപ്പോഴാ ഒരു മാറ്റം വന്നത് എനിക്കറിയില്ല. എന്നെ കരയിക്കാതെ നോക്കിയവന് പിന്നീട് എന്നെ കരയിപ്പിക്കൽ മാത്രമായി ജോലി. ഓരോന്നോർത്തുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തെ അടക്കിപ്പിടിച്ച് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ വീണ്ടും പിന്നിൽ നിന്ന് വിളി വന്നു. എടി കരിവണ്ടേ, എങ്ങോട്ടേക്കടി? എന്തോ പിന്നീട് മുന്നോട്ടേക്ക് നടക്കാൻ തോന്നിയില്ല. 2 വർത്താനം പറയാതെ പോയാലേ ഉള്ളിലൊരു തിക്കുമുട്ടൽ വരും. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ കാർത്തിയേട്ടൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു നിന്നു. നോക്കിയപ്പോൾ ദേ നിൽക്കുന്ന ആള്, അതും തൻ്റെ തൊട്ടു മുന്നിൽ. ഒരു കറുത്ത കളർ ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും ഒക്കെ എടുത്ത്
ഒരു സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽപ്പ്. പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആളിത്തിരി വണ്ണം വെച്ചതുപോലെ. അതോ തനിക്ക് തോന്നുന്നതാണോ? അല്ല, മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കാർത്തിയേട്ടന്. എന്നാലും അങ്ങേരുടെ സൗന്ദര്യത്തിന് മാത്രം ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതുമാത്രം പണ്ടത്തേതുപോലെ തന്നെയുണ്ട്. എനിക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കുശുമ്പ തന്നെ. അതുകൊണ്ട് തന്നെ ബന്ധവും സ്വന്തവും അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങേരെ നേരിടാൻ തന്നെ ഞാൻ ഒരുങ്ങി. മാണിക്കത്തെ ഋതിക് റോഷൻ എന്തു വേണം? കനത്ത പുച്ഛത്തിൽ അങ്ങോട്ടൊരു ചോദ്യം എറിഞ്ഞു കൊടുത്തു. അല്ല പിന്നെ എന്നോടാണോ ഇങ്ങേരുടെ കളി? ഞാൻ ഇച്ചിരി സുന്ദരനായിപ്പോയതിൽ നിനക്ക് നല്ല കുശുമ്പുണ്ട് അല്ലടി കരിവണ്ടേ? അതും ചോദിച്ചുകൊണ്ട് നെഞ്ചിനു മുകളിൽ ഇരു കൈകളും പിണച്ചു കെട്ടി കാർത്തിയേട്ടൻ ഒരു നിപ്പ് നിന്നതേ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ അടിവയറ്റിലൂടെ ഒരു ആന്തല് മിസൈൽ പോലെ മുകളിലേക്ക് കയറി വരുന്നത് എനിക്കറിയാൻ പറ്റി. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങേരുടെ നോട്ടം കാണുമ്പോൾ മാത്രം എനിക്ക് വരുന്നൊരു പ്രത്യേകതരം രോഗം. ആ കണ്ണിലേക്കോ മുഖത്തേക്കോ നോക്കി മിണ്ടാൻ മാത്രം എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ദേഹത്തിനൊരു വിറയൽ വരും. കാരണം എന്താണെന്ന് ഒരന്തവും കുന്തവും ഇല്ലാതെ ഞാൻ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചു മുടി ഊരിപ്പോയതല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടായില്ല. എന്താടി കരിവണ്ടേ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? എൻ്റെ വായ പൊളിച്ചുള്ള നിൽപ്പ് കണ്ടിട്ടാവണം തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് മുഖത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ആ ചുന്ദരൻ ഞൊട്ടവിട്ട് കളിച്ചു. എങ്ങാണ്ട് തെണ്ടയ്ക്ക് പോയ എൻ്റെ ബോധം അപ്പോഴാണ് ഓടി വന്നിട്ട് എൻ്റെ തലമണ്ടയിൽ കയറിയിരുന്നത്. കാർത്തിയേട്ടൻ ഇപ്പം എന്താ വേണ്ടേ? ഇനിയും അങ്ങേരുടെ മുൻപിൽ നിന്നാൽ എൻ്റെ ഉള്ള ബോധം കൂടെ പോകുന്നു ഉത്തമ ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടാവാൻ നോക്കി. എന്തു വേണേലും തരുവോടി കരുവണ്ടേ നീ? മീശ പിരിച്ച് ഇടത്തേക്കണ്ണിറുക്കി അങ്ങേരുടെ ചോദ്യത്തിൽ ഞാനങ്ങ് ഫിദ ആയി പോയെന്ന് വേണം പറയാൻ. മനുഷ്യനെ ചിരിപ്പിച്ചു മയക്കാനുള്ള കഴിവ് മൊത്തം മാണിക്കത്തുകാവിലമ്മ ഇങ്ങേർക്കാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ പൊങ്ങി വന്ന പെടക്കോഴിയുടെ മണ്ടയടച്ച് പൊട്ടിച്ചിട്ട് അതിനെ ഞാൻ പാതാളത്തിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. പണ്ട് മാവേലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയ പോലെ. അവിടെ കിടക്ക്, അല്ല പിന്നെ. കാർത്തിയേട്ടൻ കാര്യം എന്താണെന്ന് പറയും, എനിക്ക് വീട്ടിൽ പോകണം. തൊട്ട് താഴെ പച്ച പരവതാനി ഉടുത്തു കിടക്കുന്ന പാടത്തേക്ക് നോക്കി ഞാൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് കളിച്ചു. പക്ഷേ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മണകുണാഞ്ചിൽ നിന്നും യാതൊരു മറുപടിയും വന്നില്ല. ഞാൻ വീണ്ടും അങ്ങേരിലേക്ക് ഒളി കണ്ടിട്ട് ഒന്ന് നോക്കി. ആളെ മയക്കി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അതേ നിൽപ്പാണ്. കാർത്തിയേട്ടന് ഒന്നും പറയാനില്ലല്ലോ, ഞാൻ പോണു. അവിടെ ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അങ്ങേരെ കയറി ഞാനങ്ങ് പ്രേമിച്ചു പോയാലോ, അതായിരുന്നു പേടി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാർത്തിയേട്ടനിൽ നിന്ന് തിരിഞ്ഞു. അങ്ങനെ ഇങ്ങ് പോവാതെ നിക്കടി ഉണ്ണിയാർച്ചേ. ഞാൻ പോകുന്ന കണ്ടിട്ടായിരിക്കണം അങ്ങേരെൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വള്ളിപ്പയർ പോലിരിക്കുന്ന ഞാൻ ആ ജിമ്മൻ്റെ ഒറ്റ വലിയിൽ നിലതെറ്റി അങ്ങേരുടെ നെഞ്ചത്തേക്ക് തന്നെ ലാൻഡ് ചെയ്തു. ഒരു നിമിഷത്തേക്ക് എൻ്റെ റിലേ മൊത്തം പോയി. എങ്ങോട്ടടി ചുള്ളിക്കമ്പേ, റോക്കറ്റ് പോണ പോലെ ഓടുന്നത്? കാർത്തിയേട്ടൻ്റെ ചോദ്യം കാതിൽ പതിഞ്ഞ് ദേഹത്താകമാനം ഒരു കുഞ്ഞു കുളിരൊക്കെ കോരണതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ആറ്റിറ്റ്യൂഡ് സിംഹണിയായി അങ്ങേരിൽ നിന്നും ഒരടി അകലത്തിൽ പെട്ടെന്ന് മാറി നിന്നു. എൻ്റെ ആ പതിവില്ലാത്ത പ്രവൃത്തി എന്നെ ഒട്ടൊന്ന് അമ്പരിപ്പിച്ചു. ഒരു പെണ്ണിനോടും ഇങ്ങനെ നിലവിട്ട് പെരുമാറുന്നവനല്ല കാർത്തിയേട്ടൻ. ആ ആളാണ് ഇങ്ങനെ പൊതുവഴിയിൽ നിന്ന് എന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചതും നെഞ്ചിലേക്ക് ഇട്ടതുമൊക്കെ. ചിലപ്പോൾ പുറത്തൊക്കെ പോയി വന്നതിൻ്റെ പരിഷ്കാരങ്ങളാവാം. കാർത്തിയേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ഞാൻ ഒന്നുകൂടി അഹങ്കാരത്തോടെ തല ഉയർത്തി ഞെളിഞ്ഞുകൊത്തി നിന്നു. കാരണം മാണിക്കോത്ത് ഗ്രാമത്തിൻ്റെ സുന്ദരപുരുഷനാണ് ഉണ്ണിമായയുടെ മുന്നിൽ വന്നു നിന്ന് താണ് കേഴുന്നത്. ഒറ്റയടിക്ക് എൻ്റെ വില കൂടിയതുപോലെ. പറയാൻ തന്നെയാണ് വന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഇക്കാര്യം ആദ്യം അറിയേണ്ട ആള് നീ തന്നെ അടി ഉണ്ണിയാർച്ചേ. വിനയ കുലീനനായിട്ടുള്ള മുല്ലശ്ശേരി കാർത്തികൃഷ്ണയുടെ ആ നിൽപ്പ് എനിക്കങ്ങോട്ട് നന്നായി ബോധിച്ചു. ഞാൻ ഒന്നുകൂടെ തല ഉയർത്തിപ്പിടിച്ചു. വേഗം പറയേ. ഞാനും തിടുക്കം കൂട്ടി. എനിക്ക് ജോലി കിട്ടി, ഇൻഫോസിസിലാണ്.
അടുത്ത മാസം ജോയിൻ ചെയ്യണം. കാർത്തിയേട്ടൻ ഇത്തിരി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഇതാണോ വലിയ കാര്യം എന്ന രീതിയിൽ ഞാൻ അങ്ങേരുടെ മുന്നിൽ ഏണിന് കയ്യും കൊടുത്ത് അവശത അഭിനയിച്ചു നിന്നു. ഇനി അടുത്ത കാര്യം. കാർത്തിയേട്ടൻ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ എന്തേലും പറഞ്ഞു തുലയ്ക്ക് എന്ന ഭാവമായിരുന്നു അപ്പോഴും എന്നിൽ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്തു തന്നെ ഉണ്ടാവും കെട്ട്. കുടുംബത്തിലുള്ള ആകെ ഒരു പെൺകൊച്ചു നീയായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം, ഇക്കാര്യം ഞാൻ തന്നെ നിന്നെ അറിയിക്കണമെന്ന്. അപ്പോൾ ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. ഇനി കാട്ടിലേക്കോ വീട്ടിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നീ പൊയ്ക്കോ. കാർത്തിയേട്ടൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. അത്രയും പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി തിരിഞ്ഞൊരൊറ്റ പോക്കായിരുന്നു അങ്ങേര്. എന്തെന്നറിയില്ല, അപ്പോൾ വരെ എൻ്റെ മുഖത്തെ പൊതിഞ്ഞ പുച്ഛഭാവം നൊടിയിടയിലാണ് അപ്രത്യക്ഷമായത്. നെഞ്ചിനൊക്കെ ഒരു കനം വന്നതുപോലെ, ശ്വാസമൊക്കെ എടുക്കാൻ വല്ലാത്തൊരു പ്രയാസം. കണ്ണുകൾ എന്തിനോ വേണ്ടിയൊന്ന് നിറഞ്ഞു. ആകപ്പാടെ വല്ലാത്ത അസ്വസ്ഥത. ഞാനെന്തേ നെഞ്ചൊന്ന് തിരുമി. എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നാണ് ആ നേരത്തെ എൻ്റെ പേടി. അതെ കരുവണ്ടേ, ഞാൻ കെട്ടാൻ പോണ സുന്ദരി ആരാണെന്ന് നിനക്കറിയണോ? പൊടുന്നനെയാണ് മുന്നോട്ടേക്ക് നടന്നുപോയ കാർത്തിയേട്ടൻ പെട്ടെന്നൊന്ന് നിന്നിട്ട് തിരിഞ്ഞു വന്ന് എന്നോട് ചോദിച്ചത്. അത് കേട്ടതും കാരണമില്ലാത്തൊരു ദേഷ്യം കാർത്തിയേട്ടനോട് എനിക്ക് തോന്നിപ്പോയി. എനിക്കെങ്ങും അറിയണ്ട നിങ്ങളുടെ ചുന്തിരിക്കോതയെ. ആട്ട് കൊടുക്കുന്ന പോലെ പറഞ്ഞിട്ട് തിരിഞ്ഞൊരൊറ്റ നടത്തമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക്. ആരെ വേണേലും അങ്ങേര് കെട്ടിക്കോട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ, ഞാനും കെട്ടും. അങ്ങേരെക്കാളും സൗന്ദര്യമുള്ള ഒരുത്തനെ. നോക്കിക്കോ. ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ എന്ന് വേണം ചവിട്ടി കുതിച്ച് വീടിൻ്റെ ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് എത്തിയത് ഞാൻ കണ്ടു. അപ്പച്ചിയും മാമനും കൂടി വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അച്ചമ്മയോടും എൻ്റെ അച്ഛനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പച്ചിയെ എപ്പോൾ കണ്ടാലും വെടിച്ചില്ല പോലെ പാഞ്ഞു ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്വഭാവമുള്ള എനിക്ക് അപ്പോഴെന്തോ അതിനു പറ്റിയില്ല എന്നതാണ് സത്യം. മോളെ ഉണ്ണി, കാർത്തിയെ കണ്ടായിരുന്നോ നീയ? മുറ്റത്തു നിന്നുള്ള പടികൾ കയറി ചെന്നതും അപ്പച്ചി എന്നെ കണ്ട് അടുത്തേക്ക് ഓടി വന്നു. കണ്ടു. അപ്പച്ചി എന്ത് കരുതുമെന്നോർത്ത് ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവൻ നിങ്ങളോട് പറഞ്ഞോ? കണ്ണൊക്കെ വിടർത്തി അത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്ന അപ്പച്ചിയെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഞാൻ നോക്കി നിന്നു. മകൻ്റെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ ആനന്ദം അവരിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് തെളിവായിരുന്നത്. പറഞ്ഞു. കാർത്തിയേട്ടൻ്റെ കല്യാണക്കാര്യം ഞാൻ അറിഞ്ഞത് അപ്പച്ചിയെ അറിയിച്ചു. അപ്പം കല്യാണത്തിന് വേഗം ഒരുങ്ങിക്കോളൂ കേട്ടോ. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പച്ചി കവളിലൊന്ന് അമർത്തി മുത്തിയതും ഞാൻ അവരിലേക്കൊന്ന് ചേർന്നു. കാർത്തിയേട്ടൻ്റെ ചുന്ദരിക്കോത വന്നാൽ അപ്പച്ചി എന്നെ ഇതുപോലെ സ്നേഹിക്കുമോ എന്നൊരു കുശുമ്പായിരുന്നു അപ്പോഴെൻ്റെ ഉള്ളിൽ. അപ്പം എങ്ങനെയാ കൃഷ്ണ, ഈ വരുന്ന ചിങ്ങത്തിലേക്ക് നടത്തിയേക്കാല്ലേ? ഉമ്മറത്തെ സോപാനപ്പടിയിൽ ചാരിയിരുന്ന അച്ചമ്മ അടുത്തായിട്ടിരിക്കുന്ന അച്ഛനോട് ചോദിക്കുന്ന കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പച്ചിയിൽ നിന്ന് അകന്നു മാറി. അമ്മയുടെ ഇഷ്ടം. കാർത്തിമോൻ സമ്മതം പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ന് വേണേലും നടത്താമേ. അച്ഛൻ്റെ മുഖത്തും ഭയങ്കര സന്തോഷമാണ്. ഈശ്വര, എല്ലാവരും ഭയങ്കര ഹാപ്പിയോ? എനിക്ക് മാത്രം എന്താ ഇവരെ പോലെ ഹാപ്പി ആവാൻ പറ്റാത്തേ? സാധാരണ കുടുംബത്തൊരു കല്യാണം നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ അറുമാദിക്കേണ്ട സമയം കഴിഞ്ഞു. കുറേ ഡ്രസ്സ് വാങ്ങിക്കൂട്ടാം, മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി കല്യാണത്തിൻ്റെ അന്ന് ചെത്തി നടന്ന് ചെക്കന്മാരെ വായി നോക്കാം, മൂക്കുമുട്ട സദ്യ കഴിക്കാം, കുറേ ദിവസത്തേന് കോളേജിൽ പോവുകയും വേണ്ട. പക്ഷെ ഇപ്പം എന്താണാവോ അതിനൊന്നും തോന്നാത്തത്? ഓരോന്നൊക്കെ സ്വയം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി. നേരെ അടുക്കളയിലേക്ക് കയറി ചെന്നു. അമ്മ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അമ്മയുടെ അടുത്തായി ചെന്ന് നിന്നു. ഉണ്ണിയെ, ഈ കാപ്പിയൊക്കെ അവർക്കൊന്നെടുത്ത് കൊടുക്കു വച്ചേ. അമ്മ പറഞ്ഞിട്ട് പോലും താൻ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ അമ്മ തന്നെ അതൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. എനിക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണമില്ലാത്തൊരു ടെൻഷൻ എന്നെ വന്നങ്ങ് വിഴുങ്ങുന്നത് പോലെയാണ് എനിക്കന്നേരം അനുഭവപ്പെട്ടത്. നേരെ ചെന്ന് പാത്രത്തിൽ നിന്നും കുറേ ചോറ് ഒരു പാത്രത്തിലേക്ക് വിളമ്പി. അതിന് മുകളിലായി കുറേ കറിയും കോരി ഒഴിച്ചു. എന്നിട്ട് ഉരുട്ടി ഉരുട്ടി തിന്നാൻ തുടങ്ങി. ഞാൻ പണ്ടേ ഇങ്ങനെ സന്തോഷം വന്നാലും തിന്നും, സങ്കടം വന്നാലും തിന്നും, ടെൻഷൻ വന്നാലും തിന്നും. പാത്രത്തിലുള്ള 2 പേർക്കുള്ള ചോറ് മൊത്തം വടിച്ചു നക്കി
പ്ലേറ്റ് കൊണ്ടുപോയി സിങ്കിലേക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്ന് നേരെ കയറി. വാതിൽ ചാരിയിട്ടിട്ട് ബെഡിലേക്ക് കയറി കമിഴ്ന്ന് കിടക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അയ്യേ, ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അങ്ങേരി കെട്ടിപ്പോയ എനിക്കെന്താ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറയുക, ഞാൻ കാർത്തിയേട്ടനെ പ്രേമിക്കുന്നുണ്ടെന്ന്. ആദ്യമൊന്നും ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിച്ചില്ല. പിന്നീടാണ് കാര്യങ്ങളുടെ ചുരുക്കരൂപം എനിക്ക് മനസ്സിലായത്. സത്യമാണ്, എനിക്ക് അങ്ങേരോട് പ്രേമമാണ്. ചേടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങേര് വേറെ കെട്ടാൻ പോവല്ലേ? ചെന്ന് പറഞ്ഞാലോ എനിക്കങ്ങേരെ ഇഷ്ടമാണെന്ന്? ഞാനും കൂലം കുഷിതമായി ചിന്തിച്ചു തുടങ്ങി. നിറം കുറഞ്ഞതിൻ്റെ പേരിൽ ഏതു നേരവും എന്നെ ബോഡി ഷെയ്മിങ് നടത്തി കരയിക്കുന്ന അങ്ങേരെ എന്നെ ഇപ്പോൾ കിട്ടുമോ? ഇതും പറഞ്ഞുകൊണ്ടങ്ങ് ചെന്നേച്ചാൽ മതി. എന്നെ കളിയാക്കി കൊല്ലാൻ ഒരു കാരണം ഞാനായിട്ടിട്ട് കൊടുക്കും പോലെയാണ്. അത്രയും നേരം മനസ്സിൽ കൊണ്ടു നടന്ന് അമ്മാനമാടിയ എൻ്റെ പാവം പിടിച്ച ആഗ്രഹത്തെ ഞാൻ പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. എന്നാലും എവിടേക്കോ ഒരു കുഞ്ഞു സങ്കടം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നു. എല്ലാ കാര്യവും ശടപടാന്ന് ചെയ്യുന്ന എനിക്ക് കാർത്തിയേട്ടനെ മറക്കുക എന്നത് ബാലികേറാമല പോലെയായി. പണ്ട് ജോഗ്രഫി പുസ്തകത്തിൽ സമുദ്രജല പ്രവാഹങ്ങൾ പഠിച്ച് അന്തവും കുന്തവും ഇല്ലാതെ ശൂന്യാകാശത്ത് നോക്കിയിരിക്കുന്ന അവസ്ഥ പോലെയാണ് എനിക്കിതും. കൊള്ളാനും കൊടുക്കാനും മേല, തള്ളാനും തലോടാനും മേല. ഒടുവിൽ ഞാനൊരു തീരുമാനം എടുത്തു. അങ്ങേരിലെ നെഗറ്റീവുകളെ ഒക്കെ ഓർത്തുകൊണ്ട് മനസ്സിനെ പരീക്ഷയ്ക്കിരുത്തി പഠിപ്പിക്കുന്നത് പോലെ അങ്ങ് പഠിക്കുക. അപ്പോൾ എനിക്ക് കാർത്തിയേട്ടനെ പെട്ടെന്ന് മറക്കാൻ പറ്റും. അങ്ങേരുടെ കല്യാണത്തിന് പോയി അർമാദിച്ച് സത്യകുത്തി കയറ്റാൻ പറ്റും. യുറേക്ക! ഞാൻ കട്ടിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നീട് ഒന്നും നോക്കിയില്ല. ടേബിളിന് മുകളിലിരുന്ന ടെമ്പററി മാർക്കർ എടുത്തു. വൈറ്റ് ബോർഡിന് മുകളിലായി എഴുതാൻ തുടങ്ങി. കാർത്തിയേട്ടനെ മറക്കാൻ എന്തൊക്കെ ഓർക്കണം? ഇതായിരുന്നു വലിയ അക്ഷരത്തിൽ ഞാൻ ബോർഡിലെഴുതിയ ഹെഡിങ്. പിന്നീട് ആലോചനയായി. ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ്, എന്നെ കരിവണ്ടെന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്നെ എപ്പോഴും ഓരോ കാര്യത്തിനും കരയിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എഴുതാനായിട്ട് മൂന്നും നെട്ടിട്ട് ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. പക്ഷെ എത്രയൊക്കെ ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. ചേടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരാവശ്യത്തിനൊരു കോപ്പ് ഓർമ്മ വരില്ല. അല്ലേലും എൻ്റെ മന്ദബുദ്ധി തലയിൽ നിന്ന് എന്തു വരാനാ? ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സ്വന്തം തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. എടാ പൊട്ടൻ കാർത്തികേട്ടാ, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാടോ മനുഷ്യ ചെയ്തത്? എനിക്ക് നിങ്ങളോട് പ്രേമമാണെന്ന് ഈ ഒടുക്കത്തെ നിമിഷമാണ് ഞാൻ അറിഞ്ഞത്. അല്ലായിരുന്നേ അപ്പച്ചിയെ ചാക്കിട്ടാണേലും നിങ്ങളെക്കൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിച്ചേനെ. എന്നിട്ട് മാണിക്കോത്തെ ഹൃതിക് റോഷന് ഈ കരിവണ്ട് തന്നെ മതിയെന്ന് ഒരു ഡയലോഗും കാച്ചേനെ. അങ്ങേരുടെ ഒരു ചുന്ദരിക്കോത നിങ്ങൾ നോക്കിക്കോ. മുട്ടയിൽ കൂടോത്രം വെച്ച് നിങ്ങളുടെ കെട്ട് ഞാൻ മുടക്കും. വീരവാദം അടിച്ച് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് മുറ്റത്തൊരു മൈനയെപ്പോലെ മുല്ലശ്ശേരി കാർത്തികൃഷ്ണൻ്റെ മുന്നിൽ താൻ വന്ന് നിൽക്കുന്നത്. അവൾ കണ്ടത് ഒരുവനെ തന്നെ നനച്ചിരിക്കുമ്പോൾ മുന്നിൽ വരുന്നവരെല്ലാം അവൻ തന്നെ എന്ന വിശ്വാസത്തിൽ ഞാനിത് തിരിച്ചു തള്ളിയെങ്കിലും പിന്നീടാണ് എനിക്ക് ബോധമുണ്ടായത്. മുന്നിൽ നിൽക്കുന്നത് കാർത്തിയേട്ടൻ തന്നെയാണ്. ഇത്തിരി മുൻപ് പാടവരമ്പത്ത് നിന്ന് അതേ പൊസിഷൻ, അതേ ചിരി. യോ, ഞാൻ ഒന്നേ നോക്കിയുള്ള ആ മുതലിനെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി വൈറ്റ് ബോർഡിലേക്ക് പുറം ചേർത്ത് വെച്ചങ്ങ് നിന്നു. ഞാനതിൽ എഴുതിയേക്കുന്നതൊക്കെ ഈ കശ്മനൻ വായിച്ചാൽ അടുത്ത ജന്മത്തേക്കുള്ള കളിയാക്കലിൻ്റെ ടെൻഡർ കൂടെ ഇങ്ങേര് ഈ ജന്മത്തിൽ തന്നെ എടുത്തു വയ്ക്കും. ഇങ്ങേര് കണ്ണിച്ചോരയില്ലാത്തവനാണ്. ഞാൻ എൻ്റെ പുറം കൊണ്ട് മെല്ലെ ബോർഡിൽ ഉരച്ചു തുടങ്ങി. വെറുതെ നിൻ്റെ ഉടുപ്പ് ചീത്തയാക്കണ്ട. നിൻ്റെ എഴുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉടുത്ത് മുണ്ടഴിച്ചു കുത്തിക്കൊണ്ട് ആശാൻ പറഞ്ഞതും ഭൂമി പിളർന്ന് ഒന്ന് താഴേക്ക് പോയെങ്കിലെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു. കണ്ടല്ലേ, ഞാൻ നിന്നെടുത്ത് തന്നെ നിന്ന് കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒഡീസിയും ഒക്കെ കളിച്ചു. നല്ല വൃത്തിയായിട്ട്. മീശ പിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നവനെ കണ്ട് പിന്നിലേക്കിനി നീങ്ങാൻ പറ്റാതെ ഞാൻ നിന്നു. അതൊക്കെ ഞാൻ വെറുതെ ഒരു വട്ടിന്. എനിക്ക് എന്തൊക്കെയോ അങ്ങേരോട് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങേരെ കാണുമ്പോഴുള്ള പതിവ് വിറയൽ നാണമില്ലാതെ എൻ്റെ ദേഹത്തേക്ക് പൊടുന്നനെ വലിഞ്ഞു കയറി വന്നു. അപ്പോൾ എൻ്റെ കെട്ട് നടക്കാതിരിക്കാൻ
മുട്ടയിൽ കൂടോത്രം ചെയ്യുമെന്ന് നീ പറഞ്ഞോ? എൻ്റെ മുഖത്തേക്ക് ഒരു ശ്വാസം അകലത്തിൽ അങ്ങേരെ മുഖം അടുപ്പിച്ചു വെച്ച് ചോദിച്ചു. എൻ്റെ ദേവി, നാണക്കേട്! ഇവരെല്ലാം കേട്ടു. കാർത്തിയേട്ടനെ നോക്കാൻ വയ്യാതെ ഞാനങ്ങ് കണ്ണടച്ചു പിടിച്ചു. നോക്കിയാലല്ലേ നാണം വരൂ, നോക്കിയാലല്ലേ ചമ്മൽ വരൂ. എന്നോടാ കളി. ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ദേഹത്തിന് മുകളിലേക്ക് ഒരു ഭാരം അനുഭവപ്പെടുന്നത് എനിക്ക് തോന്നിയത്. കണ്ണ് തുറക്കാതെ തന്നെ അറിയാൻ കഴിഞ്ഞു അതിൻ്റെ കാർത്തിയേട്ടനാണെന്ന്. ഏട്ടൻ എൻ്റെ അല്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നതും ഞാൻ പെട്ടെന്ന് അങ്ങേരെ എൻ്റെ ദേഹത്തുനിന്ന് സങ്കടത്തോടെ തള്ളി മാറ്റാൻ നോക്കി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? എങ്ങോട്ടടി കരിവണ്ടേ നീ ഓടുന്നത്? ആശാനിപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതും ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി. വൃത്തികെട്ടവൻ വേറൊരുത്തിയെ കെട്ടാൻ പോകുന്നവനാ എന്നെ കയറി പിടിച്ചിരിക്കുന്നത്. മാറിക്കേ, എനിക്ക് ദേഷ്യം വന്നു. ഇല്ലെങ്കിലോ? എന്നെ ഒന്നുകൂടി ഇറുകി പുണരുകയാണ് കാർത്തിയേട്ടനപ്പോൾ ചെയ്തത്. ഇതെൻ്റെ കാർത്തിയേട്ടനല്ല, എൻ്റെ കാർത്തിയേട്ടൻ ഇങ്ങനല്ല. എൻ്റെ അപ്പച്ചിയുടെ മോന് ഇത്രയും ചീപ്പാവാൻ പറ്റില്ല. എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ അങ്ങേരുടെ കയ്യിൽ കിടന്ന് കുതറി. എങ്ങോട്ടേക്കാ പോണേ? എൻ്റെ കല്യാണത്തിന് കൂടോത്രം വയ്ക്കാൻ വേണ്ടിയാണോ? ചെവിയോരം ആളിൻ്റെ ചുണ്ടുകൾ ചേർന്നതും ഞാൻ പിടഞ്ഞുപോയി. കാർത്തിയേട്ടൻ മാറിക്കേ, എനിക്ക് പോണം. എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് കാറിക്കൂവും. സങ്കടവും ദേഷ്യവും കൊണ്ട് എനിക്ക് എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ കാറുവോ കൂവോ എന്ത് വേണേലും ചെയ്തു, എനിക്കൊരു പ്രശ്നവുമില്ല. കെട്ടാൻ പോണ പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലേ? കാർത്തിയേട്ടൻ അതും പറഞ്ഞ് ചിരിച്ചപ്പോഴും കേട്ടത് ശരിയാണോന്നറിയാൻ ഞാൻ ആ മുഖത്തേക്ക് കണ്ണും പിടിച്ച് നോക്കി നിന്നു. കാർത്തിയേട്ടൻ എന്നെയാണോ കെട്ടാൻ പോണത്? അപ്പോൾ ഞാനാണോ ഏട്ടൻ കെട്ടാൻ പോണേ ആ സുന്ദരി? ഇതൊന്നും അറിയാതെയാണോ ഇത്രയും നേരം ഞാൻ സങ്കടപ്പെട്ട് നിന്നത്? ഞാൻ ശരിക്കും ഒരു പൊട്ടി തന്നെയാണല്ലോ. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ കരച്ചിൽ വരുന്നുണ്ട്. എന്താടി കരുവണ്ടേ? നിനക്കിപ്പോൾ കാറുണ്ടേടി, കൂവുണ്ടേടി? ആളെന്നെ വൈറ്റ് ബോർഡിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. 1ന് 10 തിരിച്ചു പറയുന്ന എൻ്റെ നാവിന് എപ്പോഴാണോ കെട്ട് വീണത്? എനിക്ക് വർത്താനം പറയാൻ പോയിട്ട് വായ തുറക്കാൻ പോലും പറ്റുന്നില്ല. കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ടെൻഷൻ വന്നാലും സഹിക്കാത്ത എൻ്റെ വയറ് ചോറിനു വേണ്ടി മുറവിളി കൂട്ടിയത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പൊന്നു വയറേ, ഞാനൊരു ഇത്തിരി നേരം ഇങ്ങനെയൊന്ന് വായി നോക്കിക്കോട്ടെ. എൻ്റെ വയറിനെ ആദ്യമായി ഞാൻ വഴക്ക് പറഞ്ഞ ദിവസം, അതും എൻ്റെ കാർത്തിയേട്ടന് വേണ്ടി. കാത്തിരിപ്പില്ല. കടപ്പാട് RDN.